ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. ഈ യാത്രയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ലെസൺ എന്താണെന്നറിയോ? ഓൾവേസ് എക്സ്പെക്ട് അൺഎക്സ്പെക്റ്റഡ്. ഓക്കെ, സോ ടീച്ചേഴ്സ് ഇതിൽ ടെൻഷൻ അടിച്ച് ഇന്ന് ഓടി നടപ്പുണ്ടായിരുന്നു. എന്തിനാണെന്നറിയോ? ഇന്നലെ 41 കുട്ടികൾ ഇതിന് വരുമെന്ന് പറഞ്ഞാണ്. ഇപ്പം അതുകൊണ്ട് ഇവരെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ, ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ സ്ഥലം ഉണ്ടാവില്ല. സോ വി ക്യാൻ അറേഞ്ച് ഇൻ ഓഡിറ്റോറിയം. ഇവരിതിനു വേണ്ടി പ്ലാൻ ചെയ്ത് ഓടി നടന്നു. ഓക്കെ, സോ അപ്പോഴും ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഡോണ്ട് ബി സാഡ്, ബി കൂൾ. വൈ? 2 പേരുള്ളെങ്കിലും നമ്മൾ ഇന്ന് പ്രോഗ്രാം തുടങ്ങും. ഒരാളുള്ളെങ്കിലും ഇന്നിവിടെ പ്രോഗ്രാം തുടങ്ങും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഐ എക്സ്പെക്ട് ഓൾവേസ് ദിസ് അൺഎക്സ്പെക്റ്റഡ് തിങ്സ് ഇൻ മൈ ലൈഫ്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഈ അൺഎക്സ്പെക്റ്റഡ് തിങ്സ് നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു സെനാരിയോ അല്ല ഒരു സിറ്റുവേഷൻ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷനെ എങ്ങനെ യൂസ്ഫുൾ ആക്കാൻ പറ്റും? എനി സിറ്റുവേഷൻസ് കം, നമ്മൾ ചെയ്യുന്ന ഒരു എഫേർട്ടിന് ഒരു ടേക്ക് അവേ ഉണ്ടാവും, റൈറ്റ്? എന്നാലേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. ഓൺടർപ്രണർഷിപ്പ് ജേർണിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെസൺ അത് തന്നെയാണ്. നമ്മളിടുന്ന എഫേർട്ടിന് നമുക്കൊരു ടേക്ക് അവേ ഉണ്ടാവണം, റൈറ്റ്? ആ ടേക്ക് അവേ എങ്ങനെയൊക്കെ ഉണ്ടാകാം? അത് ലേണിംഗ് ആവാം, ഫെയിലിയറിൽ നിന്നുണ്ടാവുന്ന ലെസൺസ് ആവാം, അതല്ല എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആവാം. ദർ ആർ ലോട്ട് ഓഫ് ഔട്ട്കംസ്.